ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് പഠിക്കുന്നത്. അതിൽ മൂലകങ്ങളും അവയുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് മുൻവർഷകാലങ്ങളിൽ PSC ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആവർത്തന പട്ടികയിൽ നിന്ന് ആദ്യമായി മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചത് ആരാണ്? ആൻഡോയിൻ ലാവോസിയാണ്. അപ്പം മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചത് ആരാണ്? ആൻഡോയിൻ ലാവോസിയ. മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ത്രികങ്ങളായി വർഗീകരിച്ചത്. അപ്പോൾ ത്രികങ്ങളായി വർഗീകരിച്ചത് ആരാണ്? ഡൊബ്രൈനർ ആണ്. അപ്പോൾ ത്രികങ്ങളായി വർഗീകരിച്ചത് ആരാണ്? ഡൊബ്രൈനർ. അപ്പോൾ മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ത്രികങ്ങളായി വർഗീകരിച്ചത് ഡൊബ്രൈനർ. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ ന്യൂലാൻഡ്സ്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ ന്യൂലാൻഡ്സ്. അപ്പോൾ ജോൺ ന്യൂലാൻഡ്സ് ആണ് അഷ്ടക നിയമം ആവിഷ്കരിച്ചത്. ആദ്യമായി ഒരു ആവർത്തന പട്ടിക നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആവർത്തന പട്ടിക നിർമ്മിച്ചത് അല്ലെങ്കിൽ ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ദിമിത്രി മെൻഡലേവ്. അപ്പം നമ്മൾ മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ആദ്യമായി വർഗീകരിച്ചത് ആൻഡോയിൻ ലാവോസിയ. മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ത്രികങ്ങളായി വർഗീകരിച്ചത് ഡൊബ്രൈനർ. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ്. ആദ്യമായി ഒരു ആവർത്തന പട്ടിക നിർമ്മിച്ചത് ദിമിത്രി മെൻഡലേവ്. മെൻഡലേവിൻ്റെ ആവർത്തന പട്ടിക ഏത് അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത്? അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലേവിൻ്റെ ആവർത്തന പട്ടിക തയ്യാറാക്കിയത്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. ആധുനിക ആവർത്തന നിയമം അനുസരിച്ച് മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ഇതിൻ്റെ ആവർത്തന ഫലമായാണ് അറ്റോമിക നമ്പറിൻ്റെ. അപ്പോൾ ആധുനിക ആവർത്തന നിയമം അനുസരിച്ച് മൂലകങ്ങളുടെ ഗുണങ്ങൾ എന്തിൻ്റെ ആവർത്തന ഫലമാണ്? അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലമാണ്. അടുത്ത നമുക്ക് ആധുനിക ആവർത്തന പട്ടികയുടെ ഘടനയിൽ നിന്ന് ചോദിച്ച PYQ ആണ് നോക്കുന്നത്. ആധുനിക ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകളും പീരീഡുകളും ഉണ്ട്? 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമാണ് ആധുനിക ആവർത്തന പട്ടികയിലുള്ളത്. ഏറ്റവും ചെറിയ പീരീഡ് ഏതാണ്? ഏറ്റവും ചെറിയ പീരീഡാണ്. അതിൽ എത്ര മൂലകങ്ങളുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏറ്റവും ചെറിയ പീരീഡ് 1-ാം പീരീഡും. എത്ര മൂലകങ്ങളാണുള്ളത്? 2 മൂലകങ്ങൾ. ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഹീലിയവും. അപ്പോൾ ഏറ്റവും ചെറിയ പീരീഡ് 1-ാം പീരീഡാണ്. അതിൽ എത്ര മൂലകങ്ങളാണുള്ളത്? 2 മൂലകങ്ങൾ, ഹൈഡ്രജനും ഹീലിയവും. ആവർത്തന പട്ടികയിലെ F ബ്ലോക്ക് മൂലകങ്ങൾ ഏതെല്ലാം പേരിൽ അറിയപ്പെടുന്നു? ആവർത്തന പട്ടികയിലെ F ബ്ലോക്ക് മൂലകങ്ങൾ ഏതെല്ലാം പേരിൽ അറിയപ്പെടുന്നു? ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും ഉത്സംക്രമണ മൂലകങ്ങൾ. അതായത് ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും ഉത്സംക്രമണ മൂലകങ്ങൾ. ഇനി ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ചോദിച്ചത്, അതായത് ഗ്രൂപ്പ് 1-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്നു. അത് ഏതൊക്കെ മൂലകങ്ങളാണ് പ്രധാന മൂലകങ്ങൾ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അപ്പം ഗ്രൂപ്പ് നമ്പർ 1 നമ്മൾ ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്നു. അതിനകത്തെ പ്രധാന മൂലകങ്ങൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യമാണ്. ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. അതിലെ പ്രധാന മൂലകങ്ങൾ മഗ്നീഷ്യവും കാൽസ്യവുമാണ്. അപ്പം ഗ്രൂപ്പ് 1-നകത്ത് ആൽക്കലി ലോഹങ്ങൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഗ്രൂപ്പ് 2 പേരെന്താണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ്. മഗ്നീഷ്യവും കാൽസ്യവുമാണ് പ്രധാന മൂലകങ്ങൾ. ഗ്രൂപ്പ് 3 മുതൽ 12 വരെ എന്തെന്നറിയപ്പെടുന്നു? സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. അതിൽ വരുന്ന മൂലകങ്ങളാണ് ഇരുമ്പ്, ചെമ്പ്, സ്വർണം. ഇരുമ്പ്, ചെമ്പ്, സ്വർണമാണ് സംക്രമണ മൂലകത്തിൽ വരുന്ന പ്രധാന മൂലകങ്ങൾ. ഗ്രൂപ്പ് 16 ചാൽക്കോജനുകൾ അല്ലെങ്കിൽ അയിര് നിർമ്മാതാക്കൾ ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്നു. അതിൽ വരുന്ന പ്രധാന മൂലകങ്ങൾ ഓക്സിജനും സൾഫറുമാണ്. ഗ്രൂപ്പ് 17 ഹാലോജനുകളാണ്.
അതിൽ വരുന്ന മൂലകങ്ങളാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ആണ് പ്രധാന മൂലകങ്ങൾ. ഏത് ഗ്രൂപ്പിൽ? 17ാം ഗ്രൂപ്പ്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ. ഗ്രൂപ്പ് 18 ഉത്കൃഷ്ടവാതകങ്ങൾ. ഗ്രൂപ്പ് 18 നമ്മൾ വിളിക്കുന്ന പേരാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നു. ഇതിലെ പ്രധാന മൂലകങ്ങളാണ് ഹീലിയം, നിയോൺ, ആർഗൺ, റെഡാൺ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് 1 ആൽക്കലി ലോഹങ്ങൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ മഗ്നീഷ്യം, കാൽസ്യം. ഗ്രൂപ്പ് 3 12 സംക്രമണ മൂലകങ്ങൾ ഇരുമ്പ്, ചെമ്പ്, സ്വർണം വരുന്നു. ഗ്രൂപ്പ് 16 ചാൽക്കോജനുകൾ ഓക്സിജൻ, സൾഫർ. ഗ്രൂപ്പ് 17 ഹാലജനുകൾ. ഗ്രൂപ്പ് 18 ഉത്കൃഷ്ടവാതകങ്ങൾ. മൂലകങ്ങളുടെ സവിശേഷതകൾ. പ്രധാന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ ആണ്. അപ്പം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരേയൊരു ലോഹം മെർക്കുറിയാണ്. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരേയൊരു ലോഹമാണ് മെർക്കുറി. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരേ ഒരു അലോഹമാണ് ബ്രോമിൻ. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരേ ഒരു അലോഹമാണ് ബ്രോമിൻ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം അല്ലെങ്കിൽ ലോഹം ഏതെല്ലാമാണ്? മൂലകം ഹൈഡ്രജൻ, ലോഹം ലിഥിയവുമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജനും ലോഹം ലിഥിയവുമാണ്. വൈദ്യുതി ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം ഏതാണ്? വൈദ്യുതി ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹമാണ് വെള്ളി. ഇനി ആവർത്തന പ്രവണതകളുള്ളത്. ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ അറ്റോമിക വലിപ്പത്തിൽ എന്ത് മാറ്റം വരുന്നു? കുറയുന്നു. അതായത് ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ അറ്റോമിക വലിപ്പം കുറയുന്നു. ഏറ്റവും ഉയർന്ന ഇലക്ട്രോ അഫിനിറ്റി ഉള്ള മൂലകം ക്ലോറിനാണ്. ഏറ്റവും ഉയർന്ന ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ള മൂലകം ക്ലോറിനാണ്. ഏറ്റവും ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള മൂലകം ഫ്ലൂറിനാണ്. ഏറ്റവും ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള മൂലകം ഫ്ലൂറിനാണ്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യമായി മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചത് ആന്റോയിൻ ലാവോസിയ. മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ത്രികങ്ങളായി വർഗീകരിച്ചത് ഡൊബ്രൈനർ. അഷ്ടക നിയമം ന്യൂലാൻഡ്സ്. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയഫ്. മെൻഡലിയഫിൻ്റെ ആവർത്തന പട്ടിക അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി. ആധുനിക ആവർത്തന നിയമം മൂലകങ്ങളുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആധുനിക ആവർത്തന പട്ടികയെ 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമുണ്ട്. ഏറ്റവും ചെറിയ പീരീഡ് 1-ാം പീരീഡാണ്. ആവർത്തന പട്ടികയിലെ F ബ്ലോക്ക് മൂലകങ്ങളാണ് ലാന്തനൈഡ്, ആക്റ്റിനൈഡുകൾ. ഗ്രൂപ്പ് 1 ആൽക്കലി ലോഹങ്ങൾ, ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ, 16 ചാൽക്കോജനുകൾ, 17 ഹാലോജനുകൾ, 18 ഉത്കൃഷ്ട വാതകങ്ങളാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത ദിവസം അടുത്ത ഒരു പ്രധാന ടോപ്പിക്കിൻ്റെ PYQ നോക്കാം.